യുഎസിലെ ഇമിഗ്രേഷൻ ഏജന്റുമാരുമായി സഹകരിക്കാതിരിക്കാനുള്ള കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ വിശദീകരിച്ച ന്യൂയോർക്ക് സിറ്റി നിയുക്ത മേയർ സൊഹ്റാൻ മംദാനി രംഗത്ത് വന്നിരിക്കുകയാണ്. നഗരത്തിലെ മാൻഹട്ടനിൽ യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ICE ഏജന്റുമാർ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് മംദാനി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ച് രംഗത്തെത്തിയത്. ന്യൂയോർക്ക് സിറ്റിയിലെ 3 ദശലക്ഷം കുടിയേറ്റക്കാരെ സംരക്ഷിക്കുമെന്ന് സൊഹ്റാൻ മംദാനി വ്യക്തമാക്കി. ICE ഏജന്റുമാരുമായി സഹകരിക്കാതിരിക്കാനുള്ള കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ മംദാനി വീഡിയോയിൽ വിശദീകരിച്ചു. മംദാനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മേയർ എന്ന നിലയിൽ ഈ നഗരത്തിൽ താമസിക്കുന്ന 3 ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാർ ഉൾപ്പെടെ എല്ലാ ന്യൂയോർക്ക് നിവാസികളുടെയും അവകാശങ്ങൾ ഞാൻ സംരക്ഷിക്കും. നിങ്ങളുടെ അവകാശങ്ങൾ അറിയാമെങ്കിൽ നമുക്കെല്ലാവർക്കും ICEയെ ചേർത്ത് നിൽക്കാം. യുഎസിലെ ആളുകൾക്ക് ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാരുമായി സംസാരിക്കാതിരിക്കാനും അവരെ തടസ്സപ്പെടുത്താതെ വീഡിയോ ചിത്രീകരിക്കാനും സ്വകാര്യ ഇടങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവരുടെ അഭ്യർത്ഥനകൾ നിരസിക്കാനും സാധിക്കും. ഒരു ജഡ്ജി ഒപ്പിട്ട നിയമപരമായ വാറന്റ് ഇല്ലാതെ ICE ഏജന്റുമാർക്ക് വീടുകൾ, സ്കൂളുകൾ അല്ലെങ്കിൽ ജോലിസ്ഥലം എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ കഴിയില്ല, മംദാനി പറയുന്നു. ഒരു ജുഡീഷ്യൽ വാറന്റ് ഇല്ലാതെ ഏജന്റുമാർ എത്തുകയാണെങ്കിൽ അവരുടെ പ്രവേശനം തടയാനും വാതിൽ അടച്ചിടാനും അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അവകാശപ്പെടുന്ന രേഖകൾ ICE ഹാജരാക്കിയാലും അത് തെറ്റാണ്. ICEക്ക് നിങ്ങളോട് കള്ളം പറയാൻ നിയമപരമായ അനുവാദമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നിശബ്ദത പാലിക്കാൻ അവകാശമുണ്ട്. നിങ്ങളെ തടവിലാക്കുകയാണെങ്കിൽ എനിക്ക് പോകാൻ അനുവാദമുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കണം. അവർ ഉത്തരം നൽകുന്നതുവരെ ആവർത്തിച്ച് ചോദിക്കണമെന്നും മംദാനി പറഞ്ഞു. ന്യൂയോർക്ക് നിവാസികൾക്ക് പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തെക്കുറിച്ചും മംദാനി വാചാലനായി. ന്യൂയോർക്ക് നിവാസികൾക്ക് പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട്. താൻ മേയറാകുമ്പോൾ പ്രതിഷേധിക്കാനുള്ള അവകാശം സംരക്ഷിക്കും. ന്യൂയോർക്ക് എപ്പോഴും കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയ മംദാനി കുടിയേറ്റക്കാരായ സഹോദരി സഹോദരന്മാരെ സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനും എപ്പോഴും പോരാടുമെന്നും വീഡിയോയിൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞയാഴ്ച ന്യൂയോർക്കിലെ ചൈന ടൗണിന് സമീപമുള്ള കനാൽ സ്ട്രീറ്റിൽ ICE ഏജന്റുമാർ ആളുകളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ICE ഏജന്റുമാർ നടത്തിയ റെയ്ഡിൽ 4 US പൗരന്മാർ അറസ്റ്റിലായെന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ സമീപ പ്രദേശത്ത് നടന്ന സമാന നടപടിയും പ്രതിഷേധങ്ങളിൽ കലാശിച്ചിരുന്നു. നവംബർ 21-ന് സൊഹ്റാൻ മംദാനി വൈറ്റ് ഹൗസിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരുവരും താങ്ങാനാവുന്ന വില സംബന്ധിച്ചും ന്യൂയോർക്കിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തിരുന്നു. നവംബർ അവസാനം ട്രംപുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് മംദാനി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് ICE ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം ഉയർന്ന സംഭവത്തിന് മുൻപാണെന്നാണ് റിപ്പോർട്ട്. കുടിയേറ്റക്കാരുടെ ബാഹുല്യവും അഭയനഗരം അല്ലെങ്കിൽ സാങ്ച്വറി സിറ്റി എന്ന പദവിയുമാണ് ന്യൂയോർക്ക് സിറ്റി ICE ഏജന്റുമാരുടെ ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണം. ന്യൂയോർക്ക് നാടുകടത്തലുമായി സഹകരിക്കാത്തത് കൊണ്ടാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ന്യൂയോർക്ക് നഗരത്തിൽ ഏകദേശം 8.48 ദശലക്ഷം ജനസംഖ്യയുണ്ട്. ഇതിൽ 3 ദശലക്ഷത്തിലധികവും വിദേശികളാണ്. അതായത് ന്യൂയോർക്ക് നിവാസികളിൽ ഏകദേശം 38% പേരും അമേരിക്കയ്ക്ക് പുറത്ത് ജനിച്ചവരാണ്. 2023 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഏകദേശം 87,000 പേർ നഗരത്തിൽ താമസമാക്കിയതായി കണക്കുകൾ പറയുന്നു. ഇതിൽ ഭൂരിഭാഗവും വിദേശത്തു നിന്നുള്ള കുടിയേറ്റക്കാരാണ്. ന്യൂയോർക്ക് നഗരത്തിന്റെ വളർച്ചയ്ക്ക് വിദേശികൾ വലിയ സംഭാവന നൽകുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.